ബാങ്കിംഗ് മേഖലയിലെ തട്ടിപ്പുകൾ തടയാനായിട്ട് പുതിയ സെക്യൂരിറ്റി ഫീച്ചറുകൾ ബാങ്കുകൾ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ചെക്ക് ഇടപാടുകൾ വഴിയുള്ള തട്ടിപ്പുകൾ തടയാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്ന പുതിയ സിസ്റ്റമാണ് പോസിറ്റീവ് പേ സിസ്റ്റം. രാജ്യത്തെ എല്ലാ ബാങ്കുകളും ചെക്ക് ഇടപാടുകളിൽ പോസിറ്റീവ് പേ സിസ്റ്റം ഈ കഴിഞ്ഞ ജനുവരി 1 മുതൽ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസം ഇമെയിൽ ലഭിച്ചിട്ടുണ്ടാകും. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പോസിറ്റീവ് പേ സിസ്റ്റം എന്നും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിന്റെ പോസിറ്റീവ് പേ സിസ്റ്റം എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോയുമാണ്. നിങ്ങൾ ആദ്യമായി ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. അപ്പോൾ എല്ലാവരെയും മണി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം എന്താണ് പോസിറ്റീവ് പേ സിസ്റ്റം? നമ്മൾ സാധാരണയായിട്ട് ഒരാൾക്ക് ചെക്ക് നൽകേണ്ടി വരുമ്പോൾ ചെക്കിലെ എമൗണ്ട് അതുപോലെ തന്നെ പേയി നെയിം അതുപോലെ തന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ചെക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ചെക്ക് ലഭിച്ച ആൾ ഈ ഒരു ചെക്കുമായിട്ട് ബാങ്കിൽ ചെല്ലുന്നു. ബാങ്കിൽ ചെല്ലുവാൻ നേരത്തെ നിങ്ങളുടെ സിഗ്നേച്ചറുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നു. സിഗ്നേച്ചർ ഓക്കെ ആണെങ്കിൽ ചെക്ക് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു പോസിറ്റീവ് പേ സിസ്റ്റത്തിലൂടെ നിങ്ങൾ ചെക്ക് ഒരാൾക്ക് നൽകുമ്പോൾ ചെക്ക് വെറുതെ നൽകിയാൽ മാത്രം പോരാ. ചെക്ക് നൽകുവാൻ നേരത്ത് നിങ്ങൾ നൽകിയ ചെക്കിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ആർക്കാണ് ചെക്ക് നൽകിയത്, എമൗണ്ട്, ഡേറ്റ്, അതുപോലെ തന്നെ പേയി നെയിം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബാങ്കിനെ അറിയിക്കണം. അതിനുശേഷം ഈ ചെക്ക് ലഭിച്ച ആൾ ചെക്കുമായിട്ട് ബാങ്കിൽ ചെല്ലുവാൻ നേരത്ത് നിങ്ങൾ ബാങ്കിന് നൽകിയ ഡീറ്റെയിൽസുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നു. നിങ്ങൾ ചെക്ക് നൽകിയപ്പോൾ ബാങ്കിന് നൽകിയ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ചെക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ബാങ്കിൽ വന്ന ആൾ നൽകിയ ചെക്കിലെ ഡീറ്റെയിൽസ് തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്ത് അത് വെരിഫൈ ആയാൽ മാത്രമേ ചെക്ക് ക്ലിയർ ആവുകയുള്ളൂ. ഈ രീതിയിലുള്ള ഒരു ഡബിൾ ലെയർ സെക്യൂരിറ്റി സിസ്റ്റമാണ് പോസിറ്റീവ് പേ സിസ്റ്റം. ഇനി എല്ലാവരും ഈ ഒരു പോസിറ്റീവ് പേ സിസ്റ്റം ഉപയോഗിക്കണം. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് ഇടപാടുകളിൽ മാത്രമേ ഈ ഒരു പോസിറ്റീവ് പേ സിസ്റ്റം ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. 50,000 രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെയുള്ള ചെക്ക് ഇടപാടാണെങ്കിൽ പോസിറ്റീവ് പേ സിസ്റ്റം ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു പോസിറ്റീവ് പേ സിസ്റ്റം ഉപയോഗിക്കാത്ത 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് ഇടപാടിൽ എന്തെങ്കിലും തട്ടിപ്പ് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുകയില്ല. 50,000 രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെയുള്ള ചെക്ക് ഇടപാടുകൾക്ക് പോസിറ്റീവ് പേ സിസ്റ്റം ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഡിസിഷൻ നിങ്ങൾക്കുണ്ട്. പക്ഷേ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് ഇടപാടാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു പോസിറ്റീവ് പേ സിസ്റ്റം ഉപയോഗപ്പെടുത്തിയിരിക്കണം. ഇനി എങ്ങനെ ഈ ഒരു പോസിറ്റീവ് പേ സിസ്റ്റം ഉപയോഗിക്കാം? നിങ്ങൾ ഒരാൾക്ക് ചെക്ക് നൽകുമ്പോൾ നൽകുന്ന ചെക്കിലെ വിവരങ്ങൾ ബാങ്കിനെ അറിയിക്കാനായിട്ട് ബാങ്ക് പല സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അതായത് ചില ബാങ്കുകളാണെങ്കിൽ മൊബൈൽ ആപ്പിലൂടെ ഈ കാര്യങ്ങൾ അറിയിക്കാനുള്ള ഒരു സൗകര്യം നൽകിയേക്കാം. ചില ബാങ്കുകൾക്ക് ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യത്തിലൂടെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ചില ബാങ്കുകളൊക്കെ തന്നെ പ്രത്യേകം പോർട്ടൽ തന്നെ ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ പോസിറ്റീവ് പേ സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. പോസിറ്റീവ് പേ സിസ്റ്റത്തെ സംബന്ധിച്ച് ഇന്നലെ ഫെഡറൽ ബാങ്ക് കസ്റ്റമേഴ്സിനൊക്കെ തന്നെ ഒരു മെയിൽ വന്നിട്ടുണ്ടാകും, അതിൻ്റെ ആവശ്യകതയെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് പേ സിസ്റ്റം ഉപയോഗപ്പെടുത്തി ചെക്കിൻ്റെ ഡീറ്റെയിൽസ് ബാങ്കിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് 2 ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. ഫെഡ് നെറ്റ് വഴി സബ്മിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഫെഡ് ഇ പോയിൻ്റ് വഴി സബ്മിറ്റ് ചെയ്യാം. ഫെഡ് ഇ പോയിൻറ്റിൻ്റെ അഡ്രസ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫെഡ് ഇ പോയിൻറ്റിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഫെഡ് ഇ പോയിൻറ്റ് വെബ്സൈറ്റിൽ കയറിയ ശേഷം ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ഫെഡറൽ ബാങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുവാൻ നേരത്ത് നിങ്ങൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഡെബിറ്റ് കാർഡ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ, ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, KYC സ്റ്റാറ്റസ് എൻക്വയറി, ചെക്ക് ബുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പിന്നെ ഡിസ്പ്യൂട്ട് മാനേജ്മെൻറ്റ് പോർട്ടലിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ. ഇതിൽ പോസിറ്റീവ് പേ സിസ്റ്റത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ലഭിക്കും. ഇവിടെയാണ് നമ്മുടെ പോസിറ്റീവ് പേ സിസ്റ്റം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ചെക്കിൻ്റെ വിവരങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ചെക്കിൻ്റെ വിവരങ്ങളൊക്കെ ഇവിടെ കാണാം. പേയ് നെയിം, ചെക്ക് നമ്പർ, ചെക്ക് ഡേറ്റ്, എമൗണ്ട്, സ്റ്റാറ്റസ് നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആക്ഷൻ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് ചെക്ക് നൽകുവാൻ നേരത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ ന്യൂ എൻട്രി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ലഭിക്കും. ഇതിലാദ്യം നിങ്ങൾ ചെക്കിൽ നൽകിയ ഒരു ചെക്കിൻ്റെ ഡേറ്റ് അതിവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. പിന്നെ ചെക്ക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചെക്ക് നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കാണാം, ഈ കാണുന്നതാണ് ചെക്ക് നമ്പർ എന്ന് പറയുന്നത്. ചെക്കിൻ്റെ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്ന ബോക്സിൻ്റെ താഴെയായിട്ട് ചെക്ക് നമ്പർ എന്ന് പറഞ്ഞ് കാണാം. ആ ചെക്ക് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ട്രാൻസാക്ഷൻ കോഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതായത് നിങ്ങൾ നൽകിയ ചെക്കിൽ താഴത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ട്രാൻസാക്ഷൻ കോഡ്. അത് നമുക്കിവിടെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഏറ്റവും അവസാനം വന്ന ആ ഒരു 2 ഡിജിറ്റ് നമ്പറുണ്ട്, അതാണ് ട്രാൻസാക്ഷൻ കോഡ്. അതിവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അത് ഓട്ടോമാറ്റിക്കായി ഇവിടെ വന്നിരിക്കും. പിന്നെ നിങ്ങൾ ചെക്കിൽ നൽകിയ എമൗണ്ട്
എമൗണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആർക്കാണ് ചെക്ക് നൽകിയത് അതാണ് ഇഷ്യൂഡ് ടു, അവിടെ അത് അയാളുടെ പേര് എൻ്റർ ചെയ്യുക. പിന്നെ ഷോർട്ട് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. അത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ കോഡിന് തൊട്ട് മുമ്പായിട്ട് വരുന്നതാണ് ഷോർട്ട് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത്. നമ്മുടെ ചെക്ക് നോക്കുകയാണെങ്കിൽ അതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാകും. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണാം അവസാനത്തെ 2 ഡിജിറ്റാണ് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത ട്രാൻസാക്ഷൻ കോഡ്. അതിന് മുമ്പ് വന്നിരിക്കുന്ന കുറച്ച് ഡിജിറ്റ് ഉണ്ട്, അതാണ് ഈ ഒരു ഷോർട്ട് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത്. ആ ഒരു ഷോർട്ട് അക്കൗണ്ട് നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരാൾക്ക് ചെക്ക് നൽകുവാൻ നേരത്ത് നമ്മൾ ഈ ഒരു പോസ്റ്റ് യു പി ഐ സിസ്റ്റം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ചെക്കിൻ്റെ വിശദാംശങ്ങൾ ബാങ്കിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് ചെയ്ത് കഴിയുവാൻ നേരത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻട്രി ആകും. അതിനുശേഷം ആ ഒരു ചെക്കിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ അറിയാം, അത് എന്താണ് അതിൻ്റെ അവസ്ഥ, ആ ഒരു ചെക്ക് ക്ലിയർ ആയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആക്ഷൻ എടുക്കുവാനും സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഫെഡറൽ ബാങ്കിൻ്റെ പോസ്റ്റ് യു പി ഐ സിസ്റ്റം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് നൽകുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായി ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി